അപ്പോൾ പുതുവത്സരം വൈകിട്ട് രാവിലെ തന്നെ ഞാൻ കുളിച്ച് അങ്ങോട്ട് കോലം വരയ്ക്കാൻ പോവാണ്. കോലം വരച്ചത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ തന്നെയാണ് എഴുതിയത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അതൊക്കെ കഴിഞ്ഞ് ദേണ്ട തുളസിക്ക് കുറേ പൂക്കൾ വന്ന് തുളസിയുടെ പൂക്കളൊക്കെ എടുത്താൽ നല്ലതുപോലെ കിളിച്ചങ്ങോട്ട് വരും കേട്ടോ. അതുകൊണ്ട് തുളസിയുടെ പൂക്കളെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിൽ ചെന്ന് ഇന്ന് മസാല ദോശ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ഗൗരി ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു. അവനീത് പോയി വിളിച്ചുകൊണ്ട് വന്ന് അപ്പോൾ എന്നെ സഹായിക്കാനൊക്കെ അടുക്കളയിൽ കയറിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടാണ് എല്ലാ ജോലി ചെയ്തത്. പിന്നെ രണ്ട് ഇടിച്ചക്ക കൊണ്ടുവന്നായിരുന്നു ഗൗരി ആലപ്പുഴയിൽ നിന്ന്. സാധാരണ ഇവിടെ നിന്നാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്രാവശ്യം ഇവിടെ ചക്കയില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്നത്. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ചെമ്പനും വന്ന് സിറ്റെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇരുന്നിട്ട് എന്നിട്ട് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ട് ഞങ്ങൾ അടുത്തോട്ട് വന്ന് അവൾ ഗൗരിയാണ് പേടിച്ച് പോയിട്ട്. ഞാനാണെങ്കിൽ വഴക്ക് പറഞ്ഞപ്പോഴത്തേക്ക് ഓടി പിണങ്ങി അങ്ങോട്ട് ചെമ്പം പോയിട്ടുണ്ട്. ഇനി വരുമോ എന്തോന്ന് അറിയത്തില്ല. എന്തായാലും ശരി, ഇടിച്ചക്കയുടെ തോരൻ വെച്ചു, പിന്നെ വറുത്തരച്ച് കറി വെച്ചു. പിന്നെ നമ്മുടെ ഓമയ്ക്ക വിട്ടുള്ളൊരു കളിയില്ല, ഓമയ്ക്കയും ചുണ്ടയ്ക്കയും കിട്ടി നല്ലൊരു മെഴുക്ക് വരട്ടി അങ്ങോട്ട് ചെയ്തു. അപ്പോൾ പുതുവത്സരമായിക്കൊണ്ട് എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ 2-3 ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്.